ഏറ്റവും സൗമ്യമായ പെരുമാറ്റവും വിനയാന്വിതമായ സമീപനങ്ങളും ലളിതമായ ജീവിതവും കൊണ്ട് ഒരു മാതൃകാപരമായ ജീവിതം നയിച്ച രാഷ്ട്രീയ നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ശരിയായ രാഷ്ട്രീയ ധാരണയോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ബംഗാളിൽ 10-11 വർഷക്കാലം അവിടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിലാകെ നിറഞ്ഞു നിന്ന ഒരു വലിയ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ കുറേ കാലമായി ബംഗാളിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അങ്ങേയറ്റം ദുഃഖിതനാക്കിയിരുന്നു. അദ്ദേഹം ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ പഴയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അദ്ദേഹം രോഗാതുരനായി അദ്ദേഹം കുറേ കാലമായി ചികിത്സയിലായത്. ഇപ്പോൾ അദ്ദേഹം ആ രോഗരംഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റായി, മനുഷ്യസ്നേഹിയായി, തൊഴിലാളി വർഗ കർഷക പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ നേതാവായി എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചുപറ്റിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സംബന്ധിച്ച് ഒരുപാട് കാലത്തെ ജീവിത അനുഭവങ്ങളുള്ള ഒരു ഉന്നതനായ നേതാവാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം, ബംഗാൾ ജനത, ഇന്ത്യയിലെ യുവജനങ്ങൾ എല്ലാം ആ ദുഃഖത്തിലാണ്. ഞാനും ആ ദുഃഖത്തോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.